പോയിട്ട് വരാം. നീ എങ്ങോട്ടാ അമൃത മോളെ? ആ, ഞാനും കൂടെ ഇവളുടെ കൂടെ ആശുപത്രിയിലേക്കൊന്ന് പോവാ അപ്പച്ചി. എനിക്ക് സഹദേവ മാമനെ ഒന്ന് കാണണം. മാമനിന്ന് ആൻജിയോപ്ലാസ്റ്റിയാ. അത് നിനക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഞാൻ ആകാശേട്ടനെ വിളിച്ചിരുന്നു. ആ, 2-3 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുന്ന ആകാശേട്ടൻ പറഞ്ഞത്. നമുക്കിറങ്ങാം ചേച്ചി. അതെ, ഞാനും കൂടെ വന്നോട്ടെ നിങ്ങളുടെ കൂടെ. എനിക്കും മാമനെ ഒന്ന് കാണണമെന്നുണ്ട്. അങ്ങനെ നീയും കൂടെ ഇറങ്ങി വന്നാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? 2 ദിവസത്തിനുള്ളിൽ ഹോട്ടൽ വീണ്ടും തുറക്കണം. ഇങ്ങനെ അടച്ചിട്ടാ ശരിയാവില്ല. അത് ശരിയാ. എന്തിന്റെ പേരിലായാലും നമ്മുടെ ഹോട്ടൽ ഇങ്ങനെ തുടർച്ചയായി അടച്ചിട്ടാ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നഷ്ടപ്പെടും. അതാ ഞാൻ പറഞ്ഞ. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ വരാൻ നിൽക്കാതെ ആ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്ക്. ഞാൻ വന്നിട്ട് നമുക്ക് പോയി വാങ്ങാം. ഇവിടെ കുറവുള്ളൊരു പ്രധാനപ്പെട്ട സാധനം ഉണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയ കൊള്ളായിരുന്നു. അതെന്ത് സാധനം? നമ്മൾ പറഞ്ഞു വിട്ട കുക്ക് ഭാസ്കരനില്ലേ, അയാൾക്ക് പകരം മറ്റൊരാളെ പെട്ടെന്ന് വെക്കണം. അല്ലെങ്കിൽ ശരിയാവില്ല. അതഖിലേച്ച പറഞ്ഞതൊരു ന്യായമായ കാര്യമാ. ഞങ്ങള് രണ്ടുപേരും ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാ ആ കുറവ് അനുഭവപ്പെടാത്ത. അതുകൊണ്ട് സ്ഥിരമായിട്ടൊരു കുക്കിനെ എന്തായാലും നിയമിച്ചേ പറ്റൂ. കുക്കിനെ വെക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാം. ഏതെങ്കിലും ഏജൻസി പറഞ്ഞാ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടുമല്ലോ. നമ്മുടെ കൂടെ ഒത്തുപോകുന്ന ആൾക്കാരെ കിട്ടണ്ടേ അപ്പച്ചി? ആ, അത് പ്രധാനമാ. നിങ്ങൾ 5 പെൺകുട്ടികൾ ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനം ആവുമ്പോഴേ അത്തരം കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ. അതെ, അതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഇനി നിന്നാ വൈകും. ഞാൻ ഇറങ്ങട്ടെ. ബൈ ചേച്ചി. വരൂ ചേച്ചി. ആകാശേ, മാമനിപ്പോ എങ്ങനെയുണ്ട്? എനിക്കൊന്നും കയറി കാണാൻ പറ്റുമോ? ചേച്ചി, അങ്ങേര് അറ്റാക്ക് വന്ന് വീഴാൻ കാരണേ നീ ഒറ്റ ഒരുത്തിയാ. പാതി ജീവൻ ബാക്കിയുണ്ട്. അതും കൂടി ഇല്ലാതാക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത്? അമ്മ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഇതൊരു ആശുപത്രിയാ. എനിക്ക് പറയാനുള്ളത് എവിടെ വെച്ചായാലും ഞാൻ പറയും. എന്റെ ഭർത്താവ് ഇങ്ങനെ കിടക്കാൻ കാരണക്കാരി ഇവൾ ഒറ്റ ഒരുത്തിയാ. അതുകൊണ്ട് ഇവൾ അകത്ത് കയറി അങ്ങേരെ കാണാൻ ഞാൻ സമ്മതിക്കില്ല. അമൃതേച്ചിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അച്ഛന്റെ ഈ കിടപ്പിന് കാരണക്കാരി അമ്മ ഒരാൾ മാത്രമാണ്. അമൃതേച്ചി ഇന്ന് അനിയത്തിമാരെ അമ്മ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ച് തെറ്റിച്ചതുകൊണ്ടല്ലേ കല്യാണം മുടങ്ങിയതും അച്ഛൻ അറ്റാക്ക് വന്ന് വീണതും. ആകാശേ, നീ അമ്മയെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട. അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ നന്മയ്ക്ക് വേണ്ടിയാ. എന്നെപ്പോലെ നിലയും വിലയും ഉള്ള ഒരാള് അമൃതയെ പോലെ ഒരു സാധാരണ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തയ്യാറായെങ്കിൽ അത് ഉദാത്തമായ പ്രണയം കൊണ്ടാണെന്നൊന്നും കരുതണ്ട. ആ കല്യാണത്തിലൂടെ എനിക്കും ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നടപ്പിലാക്കാൻ മാത്രമാണ് എന്റെ അമ്മ ശ്രമിച്ചത്. അതുകൊണ്ട് എന്തിന്റെ പേരിലായാലും ആരും അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട. മാത്രമല്ല, അനിയത്തിമാരില്ലാതെ തന്റെ കല്യാണം നടക്കില്ലെന്ന് വാശി പിടിച്ചത് ഇവളല്ലേ. ആ വാശി കാരണമല്ലേ കല്യാണം മുടങ്ങിപ്പോയത്. അതിന് എന്റെ അമ്മയെ കുറ്റപ്പെടുത്തി എങ്ങനെ ശരിയാവും? എല്ലാത്തിനും കാരണക്കാരി ഈ നിൽക്കുന്ന അമൃത ഒറ്റ ഒരുത്തിയാ. ഈ മനുഷ്യനാണോ ചേച്ചി ഇത്ര നാളും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചത്? ഇയാളുടെ ഉള്ളിലെ വിഷപ്പാമ്പിനെ ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഒരു കാര്യം നീ മനസ്സിൽ കുറിച്ചു വെച്ചോ അമൃത. ആർക്ക് വേണ്ടിയിട്ടാണോ നീ സ്വന്തം ജീവിതം വേണ്ടാന്ന് വെച്ചത്, അവര് തന്നെ നിന്നെ തിരിഞ്ഞു കൊത്തും. എന്റെ മനസ്സിലുള്ള, ഞാൻ സ്നേഹിച്ചിരുന്ന, എന്നെ സ്നേഹിക്കുന്നു ഞാൻ വിശ്വസിച്ചിരുന്ന സുമേഷ് ഏട്ടൻ ഇങ്ങനൊരാളായിരുന്നില്ല.
കഴിഞ്ഞ ദിവസം കല്യാണ മണ്ഡപത്തിൽ നടന്നെന്താന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യ. ആ കാര്യങ്ങളിൽ ഞാൻ തെറ്റുകാരിയല്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതാരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്റെ മനസാക്ഷിയോട് മാത്രം നീതി പുലർത്തിയാൽ മതി. എന്റെ കല്യാണം മുടങ്ങിയത് കണ്ട് ഹൃദയം തകർന്നു വീണ ഒരു മനുഷ്യനാ അകത്ത് കിടക്കുന്നത്. അദ്ദേഹത്തെ കാണാനാ ഞാൻ വന്നത്. അതിന് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ വേണ്ട. അദ്ദേഹത്തിന് വേണ്ടി എന്റെ പ്രാർത്ഥനയുണ്ട്. അത് മാത്രം മതി എനിക്ക്. വാ മോളെ, പോവാം. നിങ്ങളൊക്കെ മനുഷ്യരാണോ? ഒരല്പമെങ്കിലും ബോധം ഉണ്ടെങ്കിലേ ഇങ്ങനെയൊന്നും സംസാരിക്കൂല. കഷ്ടം തന്നെ അമ്മ. വിവേക്, അയ്യോ, ആരേത്? അമൃതേച്ചിയോ? ആ സ്ട്രെയിൻ എടുത്ത് എഴുന്നേക്കണ്ട, കിടന്നോളൂ. ഏയ്, അതൊന്നും സാരമില്ല. ചേച്ചി സംസാരിച്ചോ, ഞാൻ പോയി പഞ്ച് ചെയ്തിട്ട് വരാം. ഇപ്പോ എങ്ങനെയുണ്ട്? നല്ല കുറവുണ്ട്. കൈക്ക് സർജറി കഴിഞ്ഞതുകൊണ്ട് കുറച്ച് ദിവസം നല്ല റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. എന്നെയും എന്റെ കുടുംബത്തെ സഹായിച്ചതിന്റെ പേരിലാ വിവേകിന് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. എനിക്കതില് നല്ല വിഷമമുണ്ട്. അങ്ങനെ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് അപകടം സംഭവിക്കുമ്പോൾ കാഴ്ചക്കാരനായി മാറി നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അന്ന് ആ ഭ്രാന്തൻ മഹേന്ദ്രൻ എനിക്ക് പകരം ചേച്ചിയാണ് ആക്രമിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ സ്ഥിതി? അതൊന്നും ആലോചിച്ച് നോക്കിയേ. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അനക്കയുടെ കുടുംബത്തിന് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യം മാത്രമേ എനിക്കുള്ളൂ. ഈശ്വരന്റെ മാത്രം തുണയിൽ ജീവിക്കുന്നവരാ ഞാനും എന്റെ അനിയത്തിമാരും. ഒരുപക്ഷെ അതുകൊണ്ടാവും പല നിർണായക ഘട്ടങ്ങളിലും ഞങ്ങളെ സഹായിക്കാൻ ഓരോരുത്തരായിട്ട് ഈശ്വരൻ ഞങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത്. അങ്ങനെ ദൈവം അയച്ച ഒരാളായിട്ടാ വിവേകിനെ എനിക്ക് തോന്നിയത്. വെറുതെ പറഞ്ഞതല്ല ഞാൻ. അതല്ലെങ്കിൽ പിന്നെ കൃത്യസമയത്ത് റോഡിൽ വെച്ച് എന്നെ കാണാനും തിരിച്ചറിഞ്ഞ് എന്നെ സഹായിക്കാനും വിവേകിന് എങ്ങനെ സാധിക്കാനാ? എന്തായാലും ശരി, ഞങ്ങൾക്ക് എല്ലാവർക്കും വിവേകിനോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. ചേച്ചിയുടെ നല്ല വാക്കുകളോട് എങ്ങനെയാ പ്രതികരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒന്നും പറയണമെന്നില്ല. ഇതിന്റെയൊക്കെ പുണ്യം വിവേകിന് കിട്ടാതിരിക്കില്ല. വിവേകിന്റെ മുഖം എന്നും ഞങ്ങളുടെ പ്രാർത്ഥനകളിലുണ്ടാവും. എങ്കിൽ പിന്നെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. പോയിട്ട് വരാം. ചേച്ചി ഇറങ്ങിയോ? വിവേക് എന്ത് പറഞ്ഞു? എന്തായാലും നിനക്ക് തെറ്റ് പറ്റിയില്ല മോളെ. നീ കണ്ടെത്തിയത് ഒരു നല്ല മനസ്സുള്ള ആളെയാ. വിവേക് നല്ല പയ്യനാ. ആദ്യം കണ്ടപ്പോ എന്തോ വിവേകിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നാ ഇപ്പൊ അടുത്തിടപഴകിയപ്പോ, കൂടുതൽ പരിചയപ്പെട്ടപ്പോ അവന്റെ ഉള്ളിലെ നന്മ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവർക്കും എപ്പോഴും എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ കക്ഷിക്ക്. ഇന്നത്തെ കാലത്തെ അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാ. വിവേക് അങ്ങനെയാ. അതുകൊണ്ടാ ഞാൻ വിളിച്ചപ്പോ മുന്നും പിന്നും നോക്കാതെ ഓടി വന്നതും ഈ കുഴപ്പത്തിലെല്ലാം ചെന്ന് ചാടിയതും. ഇവിടെ ആശുപത്രിയില് വിവേകിന്റെ കാര്യത്തില് ഒരു കുറവും വരാതെ നീ നോക്കണം. കാരണം വിവേകിന് ഈ അവസ്ഥ വന്നത് നമ്മള് കാരണോ. അത് ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ പിന്നെ ഞാൻ ഉപദേശിക്കാണെന്ന് കരുതരുത്. വിവേകിന്റെ കാര്യത്തിൽ ആളുകളെ കൊണ്ട് നെഗറ്റീവ് പറയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. ഓരോ ചെറിയ കുറ്റവും കുറവും കണ്ടുപിടിച്ച് നമ്മളെ താഴ്ത്തി കിട്ടാനും ക്രൂശിക്കാനും നിൽക്കുന്നവരാ നമ്മുടെ ചുറ്റിലുള്ളവര്. അറിയാം ചേച്ചി. നേരത്തെ ആണെങ്കിൽ അച്ഛനെയും കലാവതിയും പേടിച്ചാൽ മതിയായിരുന്നു. അവരൊന്നും അയഞ്ഞു വന്നപ്പോ ഇപ്പതേ അംബികമാമിയും സുമേഷ് ഏട്ടനും ശത്രുക്കളായി. അതുകൊണ്ട് നമ്മൾ പഴയതിലും അധികം സൂക്ഷിക്കണം. ചീത്തപ്പേരുണ്ടായാ അത് നിന്നെ മാത്രമല്ല ബാധിക്കുക,
മൊത്തത്തിൽ പഞ്ചരത്നത്തെ ആയിരിക്കും. ഞാൻ സൂക്ഷിച്ചോളാം ചേച്ചി. ചേച്ചി ധൈര്യമായിട്ട് ചെല്ല. ശരി. അമൃതയുടെ കല്യാണം മുടങ്ങുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇതെങ്ങനെ രണ്ടും ഒരേ സമയം സംഭവിച്ചു? ആർക്കറിയാം. എനിക്ക് സംഭവിച്ചാല് ഒരു പരിധിക്കപ്പുറം വിഷമമൊന്നും എനിക്കില്ല. പക്ഷേ അമൃതയുടെ കാര്യം അങ്ങനെയല്ല. കല്യാണ ദിവസം ഒരുപാട് പരീക്ഷിക്കപ്പെട്ടു അവള്. ഒക്കെ ഓരോ വിധിയാ, അല്ലാതെ എന്തു പറയാനാ? എന്തു വിധി? അമ്മ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് വെറുതെ ന്യായീകരിക്കല്ലേ. മനസാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കുറെ മനുഷ്യരാണ് ഈ 2 കല്യാണവും മുടങ്ങാൻ കാരണം. നമ്മുടെ ഭാഗത്ത് സ്വന്തം അച്ഛൻ, അവിടെ അമൃതയുടെ കാര്യത്തില് കല്യാണ ചെറുക്കൻ ഉൾപ്പെടെ കുറെ നികൃഷ്ട ജീവികളും. അമ്മാവിന്റെ മോനുമായിട്ടായിരുന്നില്ലേ അമൃതയുടെ കല്യാണം? അത്ര അടുത്ത ബന്ധുക്കള് തന്നെ ആ കുട്ടിയെ ചതിച്ചു. എവിടെയും സ്വത്തും പണവും തന്നെ മുഖ്യം. അവിടെ സ്വന്തത്തിനോ ബന്ധത്തിനോ യാതൊരു വിലയുമില്ല. വെറും ഒരു കല്യാണം മുടങ്ങലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അമൃതയ്ക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ. പിന്നെ ജനിച്ച നാൾ തൊട്ട് ഇന്നേ തീയതി വരെ ഒരേ മനസ്സോടെ ഒരുമിച്ച് ജീവിച്ചിരുന്ന സഹോദരിമാരെ തമ്മി തല്ലിച്ച് പിരിക്കുന്നിടത്തോളം എത്തി ഈ കാര്യങ്ങൾ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിഞ്ഞിട്ടുണ്ടല്ലോ. നീ അവിടെ പോയി അവളെ കണ്ടിരുന്നു? മനപ്പൂർവ്വം പോയി കണ്ടൊന്നുമല്ല. എന്തോ ആവശ്യമുള്ള സമയത്തൊക്കെ ഞാൻ ഉപകരിക്കാറുണ്ട് അവർക്ക്. അപ്പോഴാ കാര്യങ്ങൾ അറിഞ്ഞത്, അല്ലാതെ പറഞ്ഞില്ല. അമൃത എന്ത് പറഞ്ഞു ഏട്ടനോട്? സഹായിക്കാൻ ചെന്ന എന്നോട് മുഖം തിരിഞ്ഞിരിക്കുന്ന പ്രകൃതമാണ് അവള് കാണിച്ചത്. അവളുടെ കഷ്ടകാലത്തിന്റെ പങ്ക് എനിക്കൂടെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ എന്നോട് അങ്ങനെ പെരുമാറിയത്. അത്രയ്ക്ക് നല്ല മനസ്സാ അവളുടേത്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോഴുണ്ടായ ഈ നാണക്കേടിന് ഉടനൊരു പരിഹാരം കാണണം. വീണ്ടും ഒരു കല്യാണാലോചനയാണ് അമ്മ ഉദ്ദേശിക്കുന്നെങ്കിലേ അത് ഇവിടെ വെച്ച് അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം. ഇനി എനിക്കൊരു കല്യാണമൊന്നും വേണ്ട. ഞാനേ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പൊക്കോളാം. അല്ല പിന്നെ പുതുതായിട്ട് ഇനി ഒരെണ്ണം കൂടെ വരാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ഉടൻ തന്നെ അടുത്ത കല്യാണം ആലോചിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. എടി, ഞാൻ ആ അമൃതയുടെ കാര്യം തന്നെ ഉദ്ദേശിച്ചു പറഞ്ഞതാ. കൊള്ളാം. അത് അമ്മ തന്നെ അങ്ങ് ഉദ്ദേശിച്ചാ മതിയോ? അവരുടെ താല്പര്യവും മാനസികാവസ്ഥയും അങ്ങനെ അല്ലെങ്കിലോ? ചുമ്മാ തോന്നുമ്പോ ഓരോന്നങ്ങ് പ്ലാൻ ചെയ്തോളും. അമ്മ പണ്ട് പറഞ്ഞതുപോലെ കളിയല്ല കല്യാണം. ആരാധ്യ, ആ ടേബിൾ തുടക്കേ. അഖിലേച്ചി, ഞങ്ങള് 3 പേരും ഇവിടെ കഷ്ടപ്പെടുന്നത് ചേച്ചി കാണുന്നില്ലേ? ചേച്ചിയുടെ ഡ്യൂട്ടി കൗണ്ടറിലാണെന്ന് അറിയാം. പക്ഷേ ഇന്ന് ഞങ്ങളൊന്ന് സഹായിക്കാൻ ഇറങ്ങിക്കൂടെ? അടുക്കളയിൽ അപ്പച്ചി നല്ല ജോലിയില്ല. ചേച്ചി ഞങ്ങളൊന്ന് സഹായിക്കാൻ ഇറങ്ങിയ കയ്യിലെ വളയൊന്നും ഊരി പോവില്ല. അതെ, ഞാൻ ഇവിടെ ചുമ്മാതിരിക്കൊന്നുമല്ല. അക്കൗണ്ട്സ് മുഴുവൻ ശരിയാക്കിയില്ലെങ്കിലേ അമൃതീച്ചയുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടതേ ഞാനാ. ആ
തരാൻ. എന്ത് പണിയായി കാണിക്കുന്നേ? ഇന്ന് തരാനാ പറഞ്ഞില്ല. അഖില വേഴ്സസ് ആകാശ്. എന്റെ അമ്മേ. കൊള്ളാലോ അഖിലേച്ചി. ഇപ്പൊ തന്നെ അമൃതേച്ചിയോട് പറഞ്ഞിട്ടേന കാര്യം. അയ്യോ അയ്യോ പ്ലീസ് ചേച്ചിയോട് പറയല്ലേ പ്ലീസ് പ്ലീസ്. അപ്പൊ ആകെ മൊത്തം വെട്ടി വന്നപ്പോ എമ്മാണ് ബാക്കി വന്നിരിക്കുന്നത് അല്ലേ? എമ്മെന്ന് വെച്ചാ എമ്മെന്ന് വെച്ചാ മാരേജ്. അതായത് ഇഷ്ടപ്പെടുന്ന ചെറുക്കന്റെയും പെണ്ണിന്റെയും പേരുകൾ എഴുതിയിട്ട് അതില് പൊതുവായുള്ള അക്ഷരങ്ങൾ വെട്ടിക്കളയും. ബാക്കിയുള്ള അക്ഷരങ്ങളുടെ എണ്ണ എടുത്ത് ഫ്ലെയിം എന്ന് എഴുതി വെട്ടും. അങ്ങനെ വെട്ടിയപ്പോ ഇവിടെ കിട്ടിയത് എമ്മാണ്, മാരേജ്. കോളടിച്ചല്ലോ അഖിലേച്ചി. അഖിലേച്ചിയുടെ മനസ്സില് ആകാശേട്ടനോട് ഇങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നോ? ചുമ്മാതല്ല ഇന്ന് രാവിലെ ആശുപത്രിയിൽ പോവാൻ അത്രയും ഉത്സാഹം കാണിച്ചത്. തൽക്കാലം ഇതാരും അറിയരുത് പ്ലീസ്. അമൃതേച്ചി എങ്ങനെ അറിഞ്ഞാ എന്നെ പച്ചയ്ക്ക് കത്തിക്കും. ഞങ്ങളെ വേണ്ട വിധത്തില് കണ്ട ഇത് ഞങ്ങൾ ആരോടും പറയില്ലെന്ന് മാത്രമല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. എന്താ പോരെ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്നെ നിങ്ങൾ സഹായിച്ചേ പറ്റൂ. മിണ്ടാപ്പൂച്ച, ഇത്രയും കാലം കണ്ണടച്ച് പാല് കുടിക്കായിരുന്നു അല്ലേ? ആകാശേട്ടനെ ചേച്ചിക്ക് പറ്റിയ ജോഡിയാ. എന്തുപറ്റി? ഭയങ്കര ഹാപ്പിയാണല്ലോ. ചേച്ചി പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അമൃതയോട് അടുപ്പം കൂടാൻ, അവളെ സന്തോഷിപ്പിക്കാൻ ചേച്ചി പറഞ്ഞതുപോലെ ഒരു പുതിയ വഴി ഞാൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. അതേതായാലും നന്നായി. അക്രമവും അട്ടഹാസവും നിറഞ്ഞ നിന്റെ പതിവ് കാട്ടാളൻ സ്വഭാവം ഉണ്ടല്ലോ, അത് ഉപേക്ഷിച്ചാൽ തന്നെ അവള് നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ആട്ടെ, അവളെ കുപ്പിയിലാക്കാനായിട്ട് നീ എന്താ പ്ലാൻ ചെയ്യുന്നത്? അതൊന്നും എന്നോട് ചോദിക്കണ്ട. ആ സസ്പെൻസ് ഞാൻ പൊളിക്കില്ല. ചേച്ചി കണ്ടോ, നാളെ അമൃത പച്ചക്കറി മാർക്കറ്റിലേക്ക് പോകുമ്പോ അവളുടെ മുന്നിലേക്ക് എന്റെ ഒരു മാസ് എൻട്രി ഉണ്ട്. അതോടെ അമൃതയുടെ ഹീറോ ഞാനായിത്തീരും. എന്നാലും ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നിയില്ലല്ലോ. വെറുതെ കുറെ സമയം പാഴാക്കി. എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. എന്തായാലും നീ നിന്റെ വഴിക്ക് ശ്രമിക്ക്, ഞാൻ എന്റെ വഴിക്കും ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലിസ്റ്റ് എടുത്തോ? ഇതാ. പോകാം. എടി പോയിട്ട് വരാവേ. നിക്ക് ഞാനും ഉണ്ട്. എന്തിനാ നീയും കൂടി? ഞങ്ങള് രണ്ടും പോയാ പോരെ? അയ്യോ, ഞാൻ മാർക്കറ്റിലേക്കല്ല. പിന്നെ എവിടേക്കാ? അത് പിന്നെ ഞാനേ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് പെട്ടെന്ന് വരാം. അതൊരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടാന്നേ ഞാൻ പറയൂ. അഖിലേച്ചി ഇപ്പോ ഇത്ര അത്യാവശ്യം പിടിച്ച ആശുപത്രിയിൽ പോയിട്ട് എന്താ കാര്യം? ഞാനൊന്ന് പോയിട്ട് വന്നാ എന്താ കുഴപ്പം? ഇന്നലെ മാമനെ കാണാൻ ചെന്നപ്പോ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞതല്ലേ. വെറുതെ എന്തിനാ നീയും കൂടി? അയ്യോ,
അതിന് ഞാൻ അമ്മാവനെ കാണാനല്ല പോകുന്നേ. അത് ചേച്ചി പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് തോന്നി. പോടി. വിവേകേട്ടനെ കാണാനാ ഞാൻ പോകുന്നേ. എന്നാ പിന്നെ രാവിലെ അനക്ക പോയപ്പോ അവളുടെ കൂടെ പോയിക്കൂടായിരുന്നോ? അത്രയും രാവിലെ ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാ. വിവേകേട്ടനെ കണ്ടിട്ട് എപ്പ വരും? അല്ല, ഇവിടെ ജോലിയുള്ളതാ. നാളെ മുതൽ ഹോട്ടൽ തുറക്കണം. ഓ, ഞാൻ വന്നോളാം. ശരി, പോയിട്ട് പെട്ടെന്ന് വരണം. എന്നാ വാ പോവാം. ബൈ. അവര് തന്നെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.